നമ്മുടെ നാട്ടിൽ പെടുന്നനെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്. മാധവ് ഗാഡ്ഗിൽ അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ ഒരു വീഡിയോക്കകത്ത് എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നും അവ എവിടെയൊക്കെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതുമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ആദ്യം 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് നമ്മൾ പറയണം. ആ ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിസ്ഥിതിയെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പല മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നിലനിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ. ഇവിടെ ആ പശ്ചിമഘട്ട മലനിരകളിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ മുന്നേ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. എന്താണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ? നമുക്കറിയാം, നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് അത്രത്തോളം ഭംഗിയുള്ള ഒന്നാണ്. പക്ഷേ ഈ പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രകൃതി വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മണ്ണൊലിക്കുന്ന പ്രദേശങ്ങൾ, അതേപോലെ തന്നെ ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങൾ, ഭൂമികുലുക്കം ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, അതുപോലെ ചെരിവുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ നമ്മുടെ സുരക്ഷിത മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്നത് തന്നെ ഇവിടെയുള്ള പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇവിടെ കാര്യമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 1986 ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ നാട്ടിൽ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 2010 മാർച്ചിലാണ്, അഥവാ അന്നത്തെ UPA സർക്കാരിന്റെ കാലത്താണ് ഇതിനെക്കുറിച്ച് ഒരു കമ്മിറ്റി വേണം, അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അന്ന് എന്ത് ചെയ്യാണ്, മാർച്ചിനകത്ത് ഈ കമ്മിറ്റി നിലവിൽ വരുന്നു. ഈ കമ്മിറ്റി നിലവിൽ വരുന്നത് തൊട്ടടുത്ത 2011 എന്ത് ചെയ്തു, ഇവര് സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം 552 പേജുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുകയുണ്ടായി. ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിന്നിരുന്നു. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് ഈ ഗവൺമെന്റ് ഇത് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നതിൽ ഒരുപാട് മടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹി ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഒരുപാട് വിവരാവകാശ നിയമപ്രകാരം ആളുകൾ അപേക്ഷ കൊടുക്കുന്നു. അപ്പം അന്ന് തന്നെ ഏറെ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ പ്രശ്നവൽക്കരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റിപ്പോർട്ടിന്റെ ഓരോ വിശദാംശങ്ങളും പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യം, എവിടെ മുതലാണ് പശ്ചിമഘട്ട മലനിരകൾ തുടങ്ങുന്നത്? ഈ പശ്ചിമഘട്ട മലനിരകളെ പൊതുവെ സഹ്യാദ്രി പർവ്വത നിരകൾ എന്ന് അറിയപ്പെടാറുണ്ട്. ഗുജറാത്തിലെ തപ്തി നദീതടം മുതൽ കന്യാകുമാരി വരെയാണ് ഇത് നീണ്ടു നിവർന്നു കിടക്കുന്നത്. നമ്മുടെ കേരള തീരം അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൽ പെടുന്ന 6 സംസ്ഥാനങ്ങൾ: ഒന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഇങ്ങനെ 6 പ്രദേശങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിലനിൽക്കപ്പെടുന്ന പ്രദേശങ്ങൾ. അപ്പൊ ഈ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തോടു കൂടെയാണ് ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ലോകത്ത് ഏകദേശം 36ഓളം വൈവിധ്യമാർന്ന സസ്യങ്ങളും പ്രകൃതി വിഭവങ്ങളൊക്കെ ഉള്ള ഹോട്ട് സ്പോട്ടുകളുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്ന ലോകത്തിൽ തന്നെ 8 എണ്ണമാണ് ഹോട്ടസ്റ്റ് ഓഫ് ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നത്. അതിൽ ഒന്ന് നമ്മുടെ പശ്ചിമഘട്ടമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഈ പശ്ചിമഘട്ട മലനിരകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടസ്റ്റ് ഓഫ് ദി ഹോട്ട്സ്പോട്ട് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ നാട്ടില് മൺസൂൺ റെയിൻഫോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ തെക്കേ ഇന്ത്യയെ മാറ്റി നിർത്തുന്നതും ഈ ഒരു കാലാവസ്ഥയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ കിട്ടുന്ന മഴയുടെ ലഭ്യതയിൽ ഏറ്റവും വലിയൊരു പങ്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു പശ്ചിമഘട്ട മലനിരകൾക്കുള്ളതാണ് എന്ന് നമ്മൾ പറയണം. നമുക്കറിയാം,
മൺസൂൺ കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോവാറുണ്ട്. ഈവൻ മഹാരാഷ്ട്രയിലുള്ള ഹരിയർ ഫോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അതിനൊക്കെ എത്രത്തോളം ഭംഗിയാക്കുന്നതും യഥാർത്ഥത്തിൽ ഈ പശ്ചിമഘട്ട മലനിരകൾക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും മൺസൂണിൽ ഇവിടെ പെയ്യുന്ന മഴകളും കിട്ടുന്നത് കൊണ്ടാണ് മാത്രം. അപ്പൊ അറബിക്കടലിലുള്ള നീരാവിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യമാർന്ന കാലാവസ്ഥ നിലനിൽക്കപ്പെടുന്ന പ്രദേശമാണ് അല്ലെ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പോലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതിലൊന്ന് ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ട് തന്നെയാണ്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഡ്രൈ ക്ലൈമറ്റിനെ പോലും തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവിടെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പിന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മഴ പെയ്യ്ക്കുന്നതിൽ മറ്റുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെ പശ്ചിമഘട്ടത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രൈബൽ കൾച്ചർ. നമുക്കറിയാം, ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പർവ്വത മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രൈബൽ കൾച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ചരിത്രപരമായ പ്രാധാന്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, അധിനിവേശ ശക്തികൾ എത്രത്തോളം നമ്മുടെ നാട്ടിലേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് വരുന്നതിലുള്ള ബുദ്ധിമുട്ടും ഈ പശ്ചിമഘട്ട മലനിരകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു മലനിരകളാണ് ഈ പറയപ്പെട്ട തപ്തി നദീതടം മുതൽ ഏകദേശം കന്യാകുമാരി വരെ നിലനിൽക്കപ്പെടുന്ന പ്രദേശം. അപ്പൊ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് അന്നത്തെ സർക്കാരിന്റെയും അല്ലെങ്കിൽ 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നിർബന്ധിതമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നമ്മൾ വ്യക്തമായി പരിശോധിക്കുന്ന സമയത്ത് അവരുപയോഗിച്ചൊരു പദമുണ്ട്, ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്നത്. അപ്പം അവർ ഈ പ്രദേശങ്ങളെ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ 3 പ്രദേശങ്ങളായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട മേഖലകളാക്കി ഇവർ ഇതിനെ തിരിക്കുന്നു. ഇത് 3നെയും കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തി ഇവിടെ എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഈ പഠനത്തിന്. ഇതിൽ ആദ്യത്തെ നിയന്ത്രണം എന്ന് പറയുന്നത്, ഈ 3 സ്ഥലങ്ങളിലുമായിട്ട് നിലവിലുള്ള ക്വാറികൾ, മൈനിങ്ങുകൾ തുടങ്ങിയവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇനി അങ്ങോട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2011 ഈ സമിതി റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അപ്പം അന്ന് ഇവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്, പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടു നിൽക്കാൻ പാടില്ല. അപ്പൊ ഒന്നാമതായിട്ട് ഇവർ മുന്നോട്ട് വെച്ചത്, ഈ സെൻസിറ്റീവ് ഏരിയകൾ നമ്മൾ സംരക്ഷിക്കുക, അതിന് ക്വാറികളും മൈനിങ്ങുകളും എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഇവിടെ അനുമതി കൊടുക്കാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഒഴിവാക്കണം. ഈ 2 കാര്യങ്ങളാണ് തുടക്കത്തിൽ ഇവർ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇനി അഥവാ സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്കകത്ത് സ്പെഷ്യലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും റിസോഴ്സസ്, മിനറൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ മൈനിങ്ങിനുള്ള ചെറിയ അനുമതിയൊക്കെ ഈ സോൺ 3 എന്ത് ചെയ്യാം, കൊടുക്കാം എന്നുള്ളതും പറയുന്നു. അതും കൃത്യമായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിക്കൊണ്ട് തന്നെ നടപ്പിലാക്കണം എന്ന് എന്ത് ചെയ്യുന്നു, ഇവര് കൃത്യമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. അതേപോലെ മണൽ വാരുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ കൃത്യമായിട്ട് നടപ്പിൽ വരുത്താൻ പാടില്ല എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയും. മറ്റൊന്ന്, പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പഠനത്തിൽ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് വരുന്നത്. സോൺ 1ലും സോൺ 2ലും എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും ഈ പൊല്യൂട്ടഡ് ഇൻഡസ്ട്രീസിന് അനുമതി കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്ത് ചെയ്യുന്നത്, അവര് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അതിനും അനുമതി കൊടുക്കരുത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2024 അല്ലെ, നമ്മുടെ ഇവിടെയൊക്കെ ദേശീയപാതകൾ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പുതിയ അനുമതികൾ കൊടുക്കാൻ പാടില്ല. അത് ഏറ്റവും അവർ അടിവരായിട്ട് പറയുന്നത് റെയിൽവേ വികസനത്തിനും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ തുടങ്ങിയ കാര്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇനി പ്രകൃതിയെ നോവിച്ചുകൊണ്ട് ഒരു പദ്ധതികളും ആസൂത്രണം ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച ആശയം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറ്റപ്പെടുത്തി ചോദിക്കാം, നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ എന്നുള്ളത്. അപ്പം ഇവർ അതിനും പറയുന്നത് എങ്ങനെയാണ്, അഥവാ ചെറിയ തോതിൽ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചെറിയ തോതിൽ നമുക്ക് എന്ത് ചെയ്യാം, റോഡുകളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അമിതമായി പ്രകൃതിയെ നോവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തിരിച്ച് ഇങ്ങോട്ട് നമ്മളെയും നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ പഠനത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ ലാൻഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, കൃഷിഭൂമിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നോൺ അഗ്രികൾച്ചറൽ ലാൻഡായി മാറ്റാൻ പാടില്ല. ഫോറസ്റ്റ് ലാൻഡിനെ നോൺ ഫോറസ്റ്റ് ലാൻഡാക്കി മാറ്റാൻ പാടില്ല.
എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് കൊണ്ടുവന്ന വഴി ഇതിൽ നമ്മളെ പ്രകൃതിക്ക് സംരക്ഷണ കവചം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ ഇവരാവശ്യപ്പെട്ട മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് മോണോക്രോപ്പിംഗ് പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് തവണ ഒറ്റ കൃഷി മാത്രം ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണെന്നുള്ളത്. അതേപോലെ നമ്മൾ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു യൂണിഫോം കോഡ് കൃത്യമായിട്ട് സർക്കാർ അതിന് കൊണ്ടുവരണം. അപ്പം ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 552 പേജുള്ളതാണ്. അപ്പൊ അതിനെ ലഘൂകരിച്ചിട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ട 1-2 വസ്തുതകൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അവര് മറ്റൊരു കാര്യം കൂടെ അത് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ ആളുകൾക്കും വായിക്കാൻ കഴിയുന്ന തരത്തിൽ തർജ്ജമ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പം അതത് പ്രാദേശിക ഭാഷകളിലായിട്ട് എന്ത് ചെയ്യണം, ഇത് തർജ്ജമ ചെയ്യണം. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴാണ് ഇത് വായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അപ്പം ഈ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങളാണ് ഇവർ നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഈ ഒരു കമ്മിറ്റി പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളതാണ് ഇതിന്റെ ആരോപകർ ഇതിനെതിരെ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഈ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇവർ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച ആശയം. അതായത് ആതിരപ്പള്ളി പോലത്തെ പ്രദേശങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഇവർ പോയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. നേരിട്ട് പഠനം നടത്തിയത് കുറവാണ്. ഇവർ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളുകളുടെ പഠനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയത്, പരിസ്ഥിതി പ്രവർത്തകരുമായി ബന്ധപ്പെടുത്തിയുള്ള അവരുടെ റിപ്പോർട്ടുകൾ, ഇതിൽ നിന്നൊക്കെയാണ് ഇവർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് എന്നുള്ളത് ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടേണ്ട കുറെ ആളുകളുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൈനിങ് ആയാലും ക്വാറി നടത്തുന്ന ആളുകളായാലും ഇവരൊക്കെ താഴെ തട്ടിലുള്ള ആളുകളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അവർ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ക്വാറികൾക്കും മൈനുകൾക്കും ലൈസൻസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അത് ഇവർ താഴെ തട്ടിലുള്ള ആളുകളെ പറഞ്ഞ് ഒരു ഫേക്ക് ന്യൂസ് അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഇവരെ ആളുകളോട് പറഞ്ഞു, നിങ്ങളും നാളെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാം, നിങ്ങൾ അതിനൊക്കെ സാധ്യതയുണ്ട് ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്ന ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നതിലും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലോബി അതിന് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നിരവധി കേസുകളും RTI ഫയലുകൾ ഗവൺമെന്റിന് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള കാലതാമസമൊക്കെ വേണ്ടി വന്നത്. അപ്പം യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് അനുകൂലമായി 100% പരിസ്ഥിതിയെ നോവിക്കാത്ത തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കൂടെ ഇതിൽ തീരുമാനിക്കുകയാണ്. അപ്പം ഈ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ വീണ്ടും പഠിപ്പിക്കുന്നതിന് വേണ്ടി, അഥവാ ഈ റിപ്പോർട്ടിനെ പഠിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു റിപ്പോർട്ട് കൂടെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു കസ്തൂരി രംഗൻ. നമുക്കറിയാം, ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളൊന്നായിരിക്കും കസ്തൂരി രംഗനും മാധവ് ഗാഡ്ഗിലും. അപ്പൊ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിനെ പഠിക്കുന്നതിന് വേണ്ടി കസ്തൂരി രംഗൻ ചെയർമാൻഷിപ്പിലുള്ള ഒരു കമ്മിറ്റി നിയോഗിക്കുന്നു. ആ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കുറെ കാര്യങ്ങളെ തള്ളിക്കളയുകയും ഏകദേശം 37% മാത്രമേ ഇവിടെ പ്രധാനപ്പെട്ട ഈ സോണുകളുള്ളൂ എന്നുള്ളത് ഇവർ കണ്ടെത്തുകയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കസ്തൂരിരംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നിലനിൽക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും നമുക്കറിയാം, ഏറ്റവും അവസാനം 2018 വന്ന പ്രളയം, അതുപോലെ തന്നെ മറ്റുള്ള ദുരന്തങ്ങൾ, ഈ സമയത്തൊക്കെ അന്നത്തെ ഏകദേശം 14 സ്ഥലങ്ങളിലോളമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. ഇതിൽ 11 സ്ഥലങ്ങളും ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ആയിരുന്നു എന്നുള്ളത് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അപ്പൊ അന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞ ഒരുപാട് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. ചുരുക്കി പറഞ്ഞാൽ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനുള്ള അകത്തുള്ള കുറേയധികം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിയുന്നതും പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട് നമ്മൾ തന്നെ ജീവിക്കാൻ തയ്യാറാകണം എന്നുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ആ റിപ്പോർട്ട് വായിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി.